ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഡോഗ്സിൻ്റെ വിഡ്രോവൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അത് നമ്മൾ നേരെ ബൈബിറ്റ് എക്സ്ചേഞ്ച്, അതായത് ഈ ഒരു എക്സ്ചേഞ്ച്, പിന്നെ ഉള്ളത് ബൈബിറ്റ്, ബിറ്റ്ഗെറ്റ്, ബൈനാൻസ്. ഇതാണ് ഈ ഒരു 3 എക്സ്ചേഞ്ച്. പിന്നെ ഉള്ളത് ഗെറ്റ്.io ആണ്. ഈ ഒരു 4 നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 ഏതെങ്കിലും കണക്ട് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും നല്ലത് ബൈബിറ്റും ബിറ്റ്ഗെറ്റും ബൈനാൻസും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് KYC ഏതിലാണോ ചെയ്തേക്കുന്നത് അതിലേക്ക് ചെയ്യുക. അപ്പോൾ ബൈബിറ്റിലും ബിറ്റ്ഗെറ്റിലും എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുക, ബൈനാൻസിലും ചെയ്യേണ്ടത്. ഒരു എക്സ്ചേഞ്ചിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ എല്ലാ എക്സ്ചേഞ്ചിലും ചെയ്യുക. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഓക്കെ, ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, വാലറ്റ് ഡോഗ്സ് ഓപ്പൺ ആക്കുക. ഡോഗ്സ് ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ 2 ഓപ്ഷനാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ ഓൾറെഡി നമ്മൾ ടോൺ കീപ്പർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ അവർ ചോദിക്കുന്നത് ഡെപ്പോസിറ്റ് എക്സ്ചേഞ്ച് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡെപ്പോസിറ്റ് എക്സ്ചേഞ്ച് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഡെപ്പോസിറ്റ് എക്സ്ചേഞ്ച് എന്നുള്ളതൊന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതിലോട്ടാണ് വേണ്ടത് എന്നുള്ളത്. എക്സ്ചേഞ്ചുണ്ട്, ടെലഗ്രാമിലൊരു വാലറ്റ് ഉണ്ട്, അതിലോട്ട് ചെയ്യുക. പിന്നെ ടോൺ കീപ്പറാണ് ഈ ചോദിക്കുന്നത്, അതായത് നോൺ കസ്റ്റോഡിയൽ വാലറ്റ്, അതായത് ടോൺ കീപ്പർ അങ്ങനെയുള്ള ഒരു ഇത്. നോൺ കസ്റ്റോഡിയൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ വെക്കാൻ പറ്റും, മറ്റേത് എക്സ്ചേഞ്ചിലായിരിക്കും എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് ടെലഗ്രാമത്തിൽ ഇപ്പോൾ നോക്കണ്ട, നിങ്ങൾ നേരെ എക്സ്ചേഞ്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ച് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എക്സ്ചേഞ്ച് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴത്ത് വന്നിട്ട് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഗെറ്റ്.io, ബിറ്റ്ഗെറ്റ്, ബൈബിറ്റ്, OKX, ബൈനാൻസ്, ഈ ഒരു 5 എക്സ്ചേഞ്ചിലേക്ക് അവർ പറയുന്നുണ്ട്. ബൈനാൻസിൽ ചെയ്യാൻ പറ്റും. OKX ഓൾറെഡി ഇന്ത്യയിൽ അവൈലബിൾ അല്ല, പിന്നെ APK ഫയലൊക്കെയാണ് പലരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചെയ്യേണ്ട. ഗെറ്റ്.ioയും ചെയ്യേണ്ട. ബിറ്റ്ഗെറ്റും ബൈബിറ്റും ബൈനാൻസിലുമായിട്ട് ചെയ്താൽ മതി. അപ്പോൾ പരമാവധി നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ നോക്കിയിട്ട് അതിലേക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ബിറ്റ്ഗെറ്റാണ്. ഓക്കെ, ബിറ്റ്ഗെറ്റാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബിറ്റ്ഗെറ്റ് ഓൾറെഡി നമ്മൾ KYC ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൈബിറ്റ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഒരു 4 ഓപ്ഷൻ ഉണ്ട്. ഹോം, മാർക്കറ്റ്, പിന്നെ അതേപോലെ തന്നെ ഡെറിവേറ്റീവ്, സ്പോട്ട്, അസറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കാണുന്ന അസറ്റിൽ ക്ലിക്ക് ചെയ്യുക. അസറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇൻ്റർഫേസ് വരിക. ആ ഇൻ്റർഫേസിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ ഒരു 3-4 ഓപ്ഷൻ ഉണ്ട്. ഡെപ്പോസിറ്റ്, വിഡ്രോ, ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലെന്ത് ചെയ്യുക, നമ്മൾ ഡെപ്പോസിറ്റ് എന്നുള്ളത് ഓപ്പൺ ചെയ്യാം. ഡെപ്പോസിറ്റ് ഉള്ളത് എന്ന് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ചോദിക്കും അവർ പൈസ കൊടുത്ത് മേടിക്കുകയാണോ അതോ ഇതിൽ തന്നെ കൺവേർട്ട് ചെയ്ത് മേടിക്കുകയാണോ അതോ ക്രിപ്റ്റോ കറൻസി ആയിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ക്രിപ്റ്റോ കറൻസിയാണ് നമുക്ക് ഡോഗ്സ് കിട്ടുന്നത്, അതായത് ടെലഗ്രാമിൽ കിട്ടുന്നത് നമുക്ക് ക്രിപ്റ്റോ കറൻസി ആണല്ലോ, ക്രിപ്റ്റോ കറൻസി ആയിട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലീസ് സെലക്ട് യുവർ പ്രിഫർഡ് പെയർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഡോഗ്സ് എന്ന് അടിച്ചു കൊടുക്കുക. നമുക്കിപ്പോൾ ഡോഗ്സ് ആണല്ലോ ഇവിടെ കാണിക്കുന്നത്, ഡോഗ്സ് ആണ്, കണ്ടോ, എൻ്റെ പേര് ഡോഗ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതവിടെ അടിച്ചു കൊടുക്കുക, ഡോഗ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും താഴത്ത് ഡോഗ്സ് എന്നുള്ളത്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഏത് ഇതാണെന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ടോണാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ടോണുമ്പോൾ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്നിട്ട് ടെലഗ്രാമിൽ
ഒരു മിനിറ്റ്, അതിൻ്റെ മുമ്പ് ഇതും കൂടെ പറഞ്ഞുതരാം. ഇതാണ് നമുക്ക് എക്സ്ചേഞ്ചത്തെ നമ്മളെ ഈ റിസീവിങ് അഡ്രസ്സ്. ഓക്കെ, ഇതാണ് റിസീവിങ് അഡ്രസ്സ്. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഒരു മെമ്മോ. ഓക്കെ, ഈ കമൻറ്റിൽ ടാഗ് ചെയ്യേണ്ടതാണ് ഈ മെമ്മോ നമ്പർ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ഇതാണ് റിസീവിങ് അഡ്രസ്സ് വരെ ഫസ്റ്റത്തെ, രണ്ടാമത്തെ മെമ്മോ ആണ്. ഇത് രണ്ടും കൊടുക്കൽ 100% കൊടുക്കണം, എന്നാലേ അത് നമുക്ക് അക്കൗണ്ടിലോട്ട് വരുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പേഴ്സണൽ മെസ്സേജ് അയക്കുക, എന്നിട്ട് ചോദിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങളെ ടോൺ കീപ്പർ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ലോഞ്ചിങ് ആയതിൻ്റെ ശേഷം 26-ാം തീയതിയാണ് ലോഞ്ചിങ്. അപ്പോൾ ഒരു 27-ാം തീയതി 28-ാം തീയതിക്കായിട്ട് നിങ്ങൾക്ക് ടോൺ കീപ്പർക്ക് മാറ്റാനുള്ളൊരു ഇതും വരും. പെട്ടെന്ന് വിൽക്കണം എന്നുള്ളവർ മാത്രം എക്സ്ചേഞ്ചിലോട്ട് മാറ്റിയാൽ മതി. അല്ലാത്തവരൊക്കെ എന്ത് ചെയ്തോളും, ടോൺ കീപ്പർക്ക് മാറ്റിയിട്ട് ഒരു വർഷമൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോയിൻറ്റിന് തന്നെ $1 അല്ലെങ്കിൽ ഒരു $0.1 വരും എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമുക്കിനി എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ടെലഗ്രാമിൽ തന്നെ നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മൾ ടോൺ കീപ്പർ കണക്ട് ചെയ്തിട്ടുണ്ടാകും, അത് കാര്യമാക്കണ്ട. താഴത്തുള്ള ഡെപ്പോസിറ്റ് എക്സ്ചേഞ്ച് ഇല്ലേ, അത് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ അവർ എക്സ്ചേഞ്ച് ആണോ ടെലഗ്രാം വാലറ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതാണ്ടോ എക്സ്ചേഞ്ച് ഓർ വാലറ്റ് ടെലഗ്രാം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എക്സ്ചേഞ്ച് എന്നുള്ളത് കൊടുക്കുക. ടോൺ കീപ്പർക്ക് മാറ്റേണ്ടവരിപ്പോൾ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് കൊടുത്തിട്ട് താഴത്തുള്ള കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നമുക്ക് ഏത് എക്സ്ചേഞ്ചിക്കാണ് വേണ്ടത് എന്നുള്ളത്. ബൈനാൻസ്, ബൈബിറ്റ്, ഗെറ്റയോ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ബൈബിറ്റിലാണ്. ഓക്കെ, അപ്പോൾ ബൈബിറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ബൈബിറ്റത്തെ ആണ് ഇപ്പോൾ ഇവിടെ ഈ കാണുന്നത്. ഓക്കെ, ബൈബിറ്റിൽ എങ്ങനെ എടുക്കുക എന്നുള്ളത് ഒന്നും കൂടെ കാണിച്ചു തരാം. അതായത് നമ്മൾ ഇവിടെ ഡെപ്പോസിറ്റ് ഉണ്ട്, ആ ഡെപ്പോസിറ്റിൽ പ്രസ് ചെയ്യുക. അതായത് അസറ്റ് എന്നുള്ളതിൽ ഡെപ്പോസിറ്റിൻ്റെ താഴത്ത് ക്രിപ്റ്റോ ഡെപ്പോസിറ്റ്. അപ്പോൾ നമ്മളിവിടെ മുകളിൽ അടിച്ചു കൊടുക്കുക, ഡോക്സ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ വരും. അത് പ്രസ് ചെയ്യുക, എന്നിട്ട് ടോൺ കൊടുക്കുക, ഇതിൽ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 2 എണ്ണം വന്നു, ഇവിടെ കോപ്പി ചെയ്യാൻ പറ്റും, അത് നേരെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ബൈബിറ്റിൽ എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. ബൈബിറ്റ് ഓപ്പൺ ചെയ്യുക, സെൻഡ് ഹെയർ എന്ന് കൊടുക്കുക. യെസ്, ഓൾറെഡി KYC ചെയ്തുക്കണമെന്ന് ചോദിക്കണം. KYC ചെയ്തവർ മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്, ഐ ഹാവ് ഇറ്റ്. അപ്പോൾ ബൈബിറ്റ് UID ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം, അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ ഡെപ്പോസിറ്റ് ഡോഗ് ഡെപ്പോസിറ്റ് അഡ്രസ്സ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ആ ഡോഗ് ഡെപ്പോസിറ്റ് അഡ്രസ്സാണ് ഇവിടെ ഈ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ കോപ്പിയുടെ ചിഹ്നമാണിത്. അവിടെ വന്നിട്ട് അത് കോപ്പി ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്തിട്ട് ഈ ഡെപ്പോസിറ്റ് എന്നുള്ളതിൻ്റെ അവിടെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ കോപ്പി ചെയ്തത് വരും. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക ഇവിടെ കൊടുത്ത അഡ്രസ്സ് തന്നെയാണോ ഇവിടെ എന്നുള്ളത്. ഈ ലാസ്റ്റ് അക്ഷരം നോക്കുക, ഫസ്റ്റ് അക്ഷരം നോക്കുക. കണ്ടോ, FPQB ഇതിലും സെയിമാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടാമത്തെ മെമ്മോയിൽ പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് ഇവിടെ കാണുന്ന മെമ്മോ കണ്ടോ, മെമ്മോ നമ്പറാണിത് ഇവിടെ കാണിക്കുന്നുണ്ടോ മെമ്മോ എന്നുള്ളത്. അതേ മെമ്മോ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ആക്കുക. കണ്ടോ, ഇപ്പോൾ സെയിം ആണോ അഡ്രസ്സും ഇതും എന്നുള്ളത് നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബൈബിറ്റിൽ ബാക്കടിക്കുക. ബാക്കടിച്ചതിൻ്റെ ശേഷം നമുക്ക് UID എവിടെ വരുന്നത് എന്നുള്ളത് നോക്കാം. UID വരുന്നത് നമ്മളെ ഈ താഴത്ത് ഹോം എന്ന് കാണിക്കുന്നുണ്ടാവും, അവിടെ പ്രസ് ചെയ്യുക. ഓക്കെ, അവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ ഏറ്റവും മുകളിൽ പ്രൊഫൈൽ ഉണ്ടാവും. ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും UID എന്നുള്ളത്. അതാണ് ബൈബിറ്റിൻ്റെ UID, യൂസർ ID പാസ് ആണത്. അതേ കണ്ടോ, ബൈബിറ്റിൻ്റെ UID. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ കോപ്പി എന്നുള്ളത് കാണുന്നുണ്ടോ, ഇവിടെ
കോപ്പി എന്നുള്ളത് കാണുന്നുണ്ടോ, അതിൽ പ്രസ് ചെയ്താൽ അത് കോപ്പി ആവും. അപ്പോൾ നിങ്ങളിത് UID കൊടുക്കുമ്പോൾ ഇവിടെ ഈ പച്ചയിൽ വെരിഫൈഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം എല്ലാവരും. വെരിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ ചെയ്യുന്ന പോയിൻ്റ് അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഇത് കോപ്പി ചെയ്യുക, ഇത് കോപ്പി ചെയ്യുക. ഓക്കെ, നമ്മളത് അവിടെ കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കൊടുന്നിട്ട് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ സെയിം UID ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പേസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സെൻഡ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അതെല്ലാം ചെക്ക് ചെയ്യുക, എന്നിട്ട് സെൻഡ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിൻ്റെ 40,000 കോയിൻ ഇതിലേക്ക് ചെയ്യട്ടെ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അവർ വീണ്ടും ചോദിക്കുന്നുണ്ട് നമ്മൾ UID അഡ്രസ്സ് കറക്റ്റ് അല്ലേന്ന്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യുക, ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് എടുക്കുക, ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എടുക്കുക, ഡോക്സ് എടുക്കുക, ഓപ്പൺ ആക്കി നോക്കുക, ടോൺ കൊടുക്കുക, ഓപ്പൺ ആക്കുക. ഇവിടെ ഈ അഡ്രസ്സ് കറക്റ്റ് അല്ലേ നോക്കുക, അതായത് ഡെപ്പോസിറ്റ് അഡ്രസ്സ് കറക്റ്റ് അല്ലേ നോക്കുക. ഇവിടെ എനിക്ക് കറക്റ്റാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് ചെക്ക് ചെയ്യുക, മെമ്മോ ചെക്ക് ചെയ്യുക, ഇവിടെ മെമ്മോ ചെക്ക് ചെയ്യുക. ഓക്കെ, KYC കംപ്ലീറ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് ഞാൻ അവിടെ വെരിഫൈഡ് ആണോ എന്നുള്ളത് നോക്കാൻ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, വെരിഫൈഡ് ആണോ എന്നുള്ളത് നോക്കാൻ പറഞ്ഞു. അതായത് KYC വെരിഫൈഡ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെരിഫൈഡ് എന്ന് കാണിക്കും. പിന്നെ അതേപോലെ തന്നെ UID കറക്റ്റ് ആണോ എന്നുള്ളത് UID ചെക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൽ കാണിക്കുന്ന കൺഫേം കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കൺഫേം പ്രസ് ചെയ്യാണ്. ഇപ്പോൾ ഡെപ്പോസിറ്റ് ഇൻ പ്രോഗ്രസ് എന്നുള്ളത് കാണും, അതിൽ വൂഫ് കൊടുക്കുക. ഇപ്പോൾ അവർ വ്യക്തമായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട് നമ്മുടെ ഇത്രയും ഡോക്സ് ബൈബിറ്റിലേക്ക് ട്രാൻസ്ഫർ ആക്കും എന്നുള്ളത്. ഇത് 26-ാം തീയതി ട്രേഡിങ്ങിൻ്റെ ടൈമിനുള്ളിൽ നമുക്ക് വരും. ഓക്കെ.